വന ഭേദഗതി നിയമം അത് കരട് നിയമം മാത്രമാണ്. ആ കരട് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രസിദ്ധീകരിച്ചത് സംഘടനകൾ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവർക്കെല്ലാം അവരുടെ അഭിപ്രായം, ആശങ്ക, നിർദ്ദേശം ഇവ രേഖപ്പെടുത്താൻ വേണ്ടിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പൊതുസമൂഹവുമായി അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ കൂടി പരിശോധിച്ച് അതിൽ പ്രധാനപ്പെട്ട ശരിയായ കാര്യങ്ങളെല്ലാം സ്വീകരിച്ച് സമ്പുഷ്ടമാക്കിയതിന് ശേഷമാണ് ബിൽ നിയമസഭ പാസ്സാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് കരട് മാത്രമാണെന്നും ഇത് അന്തിമ പട്ടികയല്ലെന്നും നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നും ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. അതിൽ കേരള കോൺഗ്രസ് അവരുടെ അഭിപ്രായം പാർട്ടി നേതാക്കന്മാർ മുഖ്യമന്ത്രിയെ കണ്ടറിയിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞുള്ള കാര്യങ്ങൾ പരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ ആർക്ക് വേണമെങ്കിലും ഗവൺമെൻറ്റിനെയോ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആരെ വേണമെങ്കിലും സമീപിക്കാനും മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ ഒക്കെ സമീപിച്ച് രേഖാമൂലമോ അല്ലാതെയോ അവർക്ക് ആശങ്കകൾ അറിയിക്കുന്നു. അങ്ങനെ ലഭിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ നിർദ്ദേശങ്ങളും നല്ലപോലെ പരിശോധിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റി മാത്രമേ ഈ നിയമം മാത്രമല്ല ഏത് നിയമവും ഈ സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുകയുള്ളൂ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.